Good morning students, welcome back. So in the last class we had been through the different film movements. ഏതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന movements? First one it was silent era or the early cinema. Then we moved on to classical Hollywood cinema, French new wave or novella vague, then Italian neorealism. Last one was Indian cinema. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക സിനിമ ചരിത്രത്തിലെ മുന്നേറ്റങ്ങളെയും മാറ്റങ്ങളെയും കുറിച്ച് പഠിച്ച് നമ്മളൊന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിനിമയെക്കുറിച്ചുള്ള കുറച്ച് തിയറീസാണ്. ദ 5 മേജർ തിയറീസ് റിഗാർഡിംഗ് ഫിലിംസ്. അപ്പോൾ എന്താണ് തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ ദ ടേം തിയറി? തിയറീസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഐഡിയ ഓർ എ കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്, അല്ലേ? ഒരു തോട്ട്, ഒരു ചിന്ത, ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾക്കുണ്ടാകുന്ന ഒരു ചിന്ത. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിലാവില്ല ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലേ? പലരും പലതരത്തിലായിരിക്കും ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പലരും നോക്കിക്കാണുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഇസ് ബേസിക്കലി എ പോപ്പുലർ ആർട്ട് ഫോം. അപ്പോൾ അതൊരു ആർട്ട് ഫോം ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പല ആളുകളും ഇന്ന് അതിനെ, അല്ലെങ്കിൽ തുടങ്ങിയ സമയം തൊട്ടേ തന്നെ പല ആളുകളും അതിനെ പല തരത്തിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലിമിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പല ആളുകളും ഇതിനെ പല തരത്തിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ വി ഹാഡ് ഗോൺ ത്രൂ ദ ഡിഫറെൻറ്റ് ഫിലിം മൂവ്മെൻറ്റ്സ് ആൻഡ് വി ഹാഡ് സീൻ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഫിലിം as a popular art, it is used as a weapon to show the political and the cultural and the social importance and relevance of one particular community or one particular nation and all that. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഓരോ സംസ്കാരത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളെയും സംസ്കാരത്തെയും സാമൂഹിക, സാമ്പത്തിക, ശാസ്ത്രീയ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെയും മുന്നേറ്റങ്ങളെയും തോൽവികളെയും ജയങ്ങളെയും ഒക്കെ കാണിക്കാനായിട്ട് സിനിമയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കലയിൽ നിന്നും മാറി സിനിമയ്ക്ക് ഉള്ള സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും പലരും ചർച്ച ചെയ്യാറുണ്ട്. ഫിലിം ബേസിക്കലി ആസ് ആൻ ആർട്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ ആർട്ട് ഇസ് ടു പ്ലീസ്. അപ്പോൾ പലരും സിനിമയെ കാണുന്നത് ആസ് എൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ്. കുറച്ച് സമയം പോവാനും ഈ ഒരു വേൾഡിൽ നിന്ന് മാറി വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും അവിടെ ഇരുന്ന് അതിൽ ലയിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലഷറിലേക്ക് മുഴുകാനും ഒക്കെയാണ് പലരും ആഗ്രഹിക്കുന്നത്, പലരും പോകുന്നത്. എന്നാൽ ചിലപ്പോൾ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില സാമൂഹിക പ്രതിബദ്ധതകൾ ചില ആളുകൾ കാംക്ഷിക്കാറുണ്ട്. എനി സോഷ്യൽ മെസ്സേജ് ദാറ്റ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എന്ന് വാശി പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പലതരത്തിലാണ് സിനിമയെക്കുറിച്ചുള്ള ചിന്താഗതികൾ വരുന്നത്. അതുപോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സിനിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നവരാണെങ്കിലും അവരിൽ നിന്നെല്ലാം ഈ സമൂഹം, സൊസൈറ്റി അല്ലെങ്കിൽ ഈ കാണുന്ന ഓഡിയൻസ്, സ്പെക്ടേറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്കപ്പോൾ അങ്ങനെയുള്ള പല ആളുകളുടെയും പ്രത്യേകിച്ച് ഒരു 5 തിയറീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്, പരീക്ഷയ്ക്ക്. അപ്പോൾ 5 ആൾക്കാരുടെയും ഫിലിമിനെ കുറിച്ചുള്ള തോട്ട്സ്, എങ്ങനെയായിരിക്കണം ഫിലിം, എന്തൊക്കെ ഉണ്ടായിരിക്കണം ഫിലിമിൽ എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. So the 5 theoreticians or 5 theories that you have to learn, ഞാൻ ആദ്യം 5 പേരുടെയും പേര് പറയാം. ഒന്നാമത്തേത് സെർജി ഐസൻസ്റ്റൈൻ ആണ്. സെർജി ഐസൻസ്റ്റൈന് ശേഷം രണ്ടാമത് ആൻഡ്രേ ബേസിന് ശേഷം ഓച്ചർ തിയറിക്ക് ശേഷം ക്രിസ്ത്യൻ മെറ്റ്സ്, ദെൻ കംസ് ലൗറ മൽവേ. അപ്പോൾ ഇങ്ങനെ 5 പേരുടെ തിയറീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 5 വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ റെലവൻ്റ് ആയിട്ടുള്ള, കണ്ടംപററി വേൾഡിലാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള തിയറീസാണ് നിങ്ങൾക്ക് ഉള്ളത് സിലബസിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പോവാം. സെർജി ഐസൻസ്റ്റൈൻ. ഹോപ്പ് യു ഹാഡ് ഹേർഡ് ദിസ് നെയിം ബിഫോർ when we were dealing with editing. Yes. So Sergei Eisenstein is equal to montage. അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഒരു സിനണിമായിട്ട് ഉപയോഗിക്കുന്നത് മൊണ്ടാഷിലാണ്. മൊണ്ടാഷ് ഇസ് ആൻ എഡിറ്റിംഗ് ടെക്നിക്. ഇറ്റ് വാസ് ആൻ ഇന്നോവേറ്റീവ് എഡിറ്റിംഗ് ടെക്നിക്. നൗ ടു ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്താണ് മൊണ്ടാഷ് എന്ന് പറയുന്ന എഡിറ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ ഒന്നിച്ച് വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു മീനിങ് കണ്ടെത്തിയെടുക്കുക, അതിൽ നിന്നും ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുക. പെർട്ടിക്കുലർലി ഇറ്റ് വാസ് എ പാർട്ട് ഡൺ ബൈ ദ ഓഡിയൻസ് ഓർ ദ സ്പെക്ടേറ്റർ. അപ്പോൾ ഓഡിയൻസിനും സ്പെക്ടേറ്റേഴ്സും വളരെ ആക്റ്റീവായിട്ട് ഒരു റോള് വരുന്ന എഡിറ്റിംഗ് ടെക്നിക്കാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. ചുമ്മാ പാസീവായിട്ടൊരു ഫിലിം കണ്ടങ്ങനെ പോകുന്നതിനെക്കാട്ടിലും അവിടെ നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ വരികയും ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്.
So this person, Sir G. Mikhailovich Eisenstein, that is his complete name, he is a pioneering Soviet Russian filmmaker and film theorist and is called as father of montage. But Soviet montage ennu parna nammal avada kandappo we had seen two prominent persons. First one was Lev Kuleshov and the second one was Sergei Eisenstein. Pinne ottiri avada groupil ottiri aalkare perugalokku nammal avada kandirunnu, and this person Sergei Eisenstein is called as the father of montage. Montage ennu parayunna oru technique ne athra maatram explore ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്റെ സിനിമയിലൂടെ. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകൾ, that is Battleship Potemkin, the movie which you have to watch, which is meant for your case study, and Strike and October. 1924 Strike, 25 Battleship Potemkin ഇറങ്ങിയിട്ടുള്ളത്, 27 ഒക്ടോബർ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയിട്ടുള്ളത്. ഇതിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക് എപ്പിക്സ് ആയിട്ടുള്ള അലക്സാണ്ടർ നെവ്സ്കി ആൻഡ് ഇവാൻ ദ ടെറിബിൾ എന്ന് പറയുന്ന രണ്ട് വർക്കും കൂടെ പ്രൊമിനൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാനായിട്ട് സാധിക്കും. So the filmmakers all around the world had been influenced by this technique called as montage. അപ്പോൾ മൊണ്ടാഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ he considered Sergei Eisenstein considered montage as the essence of cinema. That is particularly he meant this term montage means collision of shots, juxtaposition. രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളെ, ജക്സ്റ്റാപ്പൊസിഷൻ മീൻസ് ഓപ്പോസിറ്റ്സ്, അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൂന്നാമതൊരു മീനിങ് അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വളരെ പുവർ ആയിട്ടുള്ള ഒരാൾ അയാളുടെ ടേബിളിൻ്റെ മുന്നിൽ ഒരു ഒഴിഞ്ഞ പാത്രത്തിന് മുന്നിൽ ഇരിക്കുന്ന ഒരു ഷോട്ട്. നെക്സ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു മാൻ, ഒരുപാട് ഗോഡി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുപാട് ആഭരണങ്ങളും ഗോൾഡൻ ചെയിനും ഒക്കെ ഇട്ടിട്ട് ആളുടെ ടേബിൾ നിറയെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷോട്ട്. So these two shots, there is a great gap between these two shots. അല്ലേ, അതിൽ ഒരാളുടെ പ്ലേറ്റിൽ ഒന്നുമില്ല, അയാളുടെ അപ്പിയറൻസ് ആണെങ്കിലും ഹീസ് ടു ടാറ്റേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അയാൾ ഇരിക്കുന്നത്. മറ്റയാൾ വളരെ ഗോഡി ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു ധനികനായിട്ടുള്ള വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഈ രണ്ട് ഷോട്ടുകൾ അവിടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ഓഡിയൻസിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ദ ഗ്യാപ്പ് ഓർ ദ കോൺഫ്ലിക്റ്റ് ഓർ ദ റിയാലിറ്റി ദാറ്റ് വി സീ, that is the difference between rich and poor in the society. അപ്പോൾ സൊസൈറ്റിയിലുള്ള വിടവുകളെയും ഇത്തരത്തിലുള്ള റിയാലിറ്റീസിനെയും എടുത്തു കാണിക്കാനായിട്ട് ഇങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ കൂട്ടി വെച്ചാൽ മതി, അതിൽ നിന്നും കാണുന്ന ഓഡിയൻസിന് മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ് അദ്ദേഹം പയനിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. And his famous book, that is the book in which this montage ne kurichulla detailed aayittulla theories parayna book aanu Film Form and the Film Sense nu parayna രണ്ട് prominent ആയിട്ടുള്ള articles and books. ഐസൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ഒരു സീനിനെ എക്സ്പൗണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലുപരി രണ്ട് സീനുകൾ തമ്മിലൊരു ലിങ്കേജ് കൊടുക്കാനായിട്ടാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ട്സിലൂടെ, ജക്സ്റ്റാപ്പൊസിഷനിലൂടെ ഹീ ജസ്റ്റ് ട്രൈ ടു ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് വിഷ്വൽ കൊളാഷ്. നമ്മൾ കൊളാഷ് ചെയ്യാറുണ്ടല്ലോ അല്ലേ, ഒരേ നിറത്തിലുള്ള പല ഷെയ്ഡ്സ് അതിൻ്റെ കളക്ട് ചെയ്തിട്ട് അത് വെട്ടി ഒരൊറ്റ പിക്ചറാക്കി മാറ്റുന്ന ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സിനിമയിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഒരു വിഷ്വൽ ആയിട്ടുള്ള കൊളാഷ്. എന്നാൽ അത് തമ്മിലൊരു ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി ക്യാൻ സീ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർ ഹി ഡെവലപ്ഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മൊണ്ടാഷ്. അങ്ങനെ 5 ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് മൊണ്ടാഷ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മെട്രിക് മൊണ്ടാഷ്. മെട്രിക് മൊണ്ടാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഫ്രെയിംസ് വെച്ചിട്ട് കട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അതിൽ വേറെ ഒന്നും നോക്കില്ല, വേറെ ആ ഷോട്ടുകൾ തമ്മിലുള്ള വേറെ ബന്ധത്തെക്കാൾ ഉപരി 5 ഷോട്ടുകൾ കഴിഞ്ഞാൽ ഓക്കെ അടുത്ത 5 എണ്ണം അങ്ങനെ വെച്ചിട്ടൊരു മെട്രിക് നമ്പർ ഓഫ് ഫ്രെയിംസ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക് മൊണ്ടാഷ് എന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് റിതമിക് മൊണ്ടാഷ്. Rhythmic montage, in this particular montage we can see that there is a continuity or creativity, ഒരു ചെറിയൊരു കണക്ഷൻ, പ്രത്യേകിച്ച് കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു രണ്ട് ഷോട്ടുകൾ തമ്മിൽ. ഒരു കണ്ടിന്യൂറ്റി ഉള്ള മൊണ്ടാഷിനെ നമ്മൾ റിതമിക് മൊണ്ടാഷ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ടോണൽ മൊണ്ടാഷ്. ടോണൽ മൊണ്ടാഷിൽ ഇമോഷണൽ ആയിട്ടുള്ള ബേസിൽ ഷോട്ടുകളെ കട്ട് ചെയ്യുക. ആ എഡിറ്റിംഗ് ടെക്നിക്കാണ് ടോണൽ മൊണ്ടാഷ് എന്ന് പറയുന്നത്. നാലാമത്തേത് ഓവർ ടോണൽ മൊണ്ടാഷ്. ഓവർ ടോണൽ മൊണ്ടാഷ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റിതമിക്,
ടോണൽ ആൻഡ് മെട്രിക്. ഇത് മൂന്നെണ്ണത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഓവർ ടോണൽ മൊണ്ടാഷ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റത്തേതാണ് ഇൻ്റലക്ച്വൽ മൊണ്ടാഷ്. അതാണ് കുറച്ച് തല പൊകിക്കേണ്ടതായിട്ടുള്ള മൊണ്ടാഷ് എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം വളരെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മീനിങ് ആ ഷോട്ടുകളിൽ കണ്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണമെന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ഒരു മൊണ്ടാഷ് ടെക്നിക്കാണ് ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ basically it is an editing technique. അതിൻ്റെ different വേർഷൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 major methods of montage: metric, rhythmic, tonal, overtonal, intellectual. അതിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മൊണ്ടാഷിലായിരുന്നു. ഇൻ്റലക്ച്വൽ മൊണ്ടാഷിന് അദ്ദേഹം he considered this intellectual montage as a response or a replacement for continuity editing. Continuity editing ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്നാണ് അദ്ദേഹം ഇൻ്റലക്ച്വൽ മൊണ്ടാഷിനെ കണ്ടിരുന്നത്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ ഇനീഷ്യൽ ഫിലിംസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹി യൂസ്ഡ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ്. നമ്മളിത് മുന്നേയും കണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് ന്യൂ വേവിലാണെങ്കിലും ഫ്രഞ്ച് ന്യൂ വേവിൽ കുറച്ചും കൂടെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇറ്റാലിയൻ നിയോ റിയലിസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരുന്നു, വർക്കിംഗ് ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ഐസൻസ്റ്റൈൻ നമ്മൾ സോവിയറ്റ് മൊണ്ടാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ഐസൻസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിംഗ് ക്ലാസ്സിൻ്റെ ആ ക്ലാസ് കോൺഫ്ലിക്റ്റിനെ കാണിക്കാനായിട്ട് അൺട്രെയിൻഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ്സിൽ പെടുന്ന നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് നറേറ്റീവ്സ് എസ്ച്യൂർഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആൻഡ് അഡ്രസ് ബോത്ത് സോഷ്യൽ ഇഷ്യൂസ് എസ്പെഷ്യലി ക്ലാസ് കോൺഫ്ലിക്റ്റ്. സോ ഡെഫിനറ്റ്ലി ഹിസ് ബാറ്റ്ലിഷിപ്പ് പൊട്ടംകിനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ആ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റും അപ്പർ ക്ലാസ്സിൻ്റെയും ഡൊമിനൻറ്റ് ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ ഡൗൺ ട്രോഡനായി കിടക്കുന്ന വർക്കിംഗ് ക്ലാസ്സിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ആൻഡ് ദ ടോർച്ചർ ആൻഡ് ദ സഫറിങ് അത് വ്യക്തമായി കാണിച്ചിട്ടുള്ളൊരു മൂവിയാണ് ബാറ്റ്ലിഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത്. ആ ഒരു റെവല്യൂഷനും ഇവരുടെ ആ ഒരു പ്രതിഷേധവും പ്രൊട്ടസ്റ്റും ഒക്കെ വളരെ ഭംഗിയായിട്ട് ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ ഡെഫിനറ്റ്ലി ഇറ്റ് ബേസിക്കലി ഫിലിം ദാറ്റ് ഇസ് ഷോട്ട് ഓൺ ഷിപ്സ്. യുദ്ധക്കപ്പലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കഥ പോകുന്നത്. അവിടെയുള്ള ആ ഡിഫറെൻറ്റ് സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ പെരുമാറ്റങ്ങളും അവരുടെ ആ ഒരു ഹരാസ്മെൻറ്റും ഒക്കെയാണ് അതിലെടുത്ത് കാണിക്കുന്നത്. തൊഴിലാളികളോടൊക്കെയുള്ള ആ ഒരു മനോഭാവമൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്ന, അതേസമയം അവരുടെ പ്രതിഷേധവും ഒക്കെ കാണിക്കുന്നൊരു മൂവിയാണ് ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത്. വെൻ വിൽ സ്പീക്ക് അബൌട്ട് ദാറ്റ് ഫിലിം വി ക്യാൻ ഗോ ടു മോർ. ആൻഡ് ദെൻ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് ഇദ്ദേഹം കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ പെടുന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹം എടുത്തിരുന്നു, പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്. ആൻഡ് ഹി അവോയ്ഡഡ് ദ സെലിബ്രിറ്റീസ്, ഓൾ ദ സ്റ്റാർസ്, സോ കോൾഡ് ഡൊമിനൻറ്റ് ആയിട്ടുള്ള സ്റ്റാർസിനെയൊക്കെ അദ്ദേഹം അവോയ്ഡ് ചെയ്തിരുന്നു. ഹി പ്രിഫേർഡ് ലോ ബഡ്ജറ്റഡ് മൂവീസ് ആസ് വെൽ ആസ് അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി എൻവിഷൻഡ് എ വേൾഡ് വിച്ച് ഇസ് വെരി ക്ലിയർ ആൻഡ് വെരി ഈക്വൽ. അപ്പോൾ അത്തരം വളരെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം മൂവീസ് ഓൾവേസ് ഡിമാൻഡഡ് മോണിറ്ററി ബെനിഫിറ്റ് ആസ് വെൽ ആസ് മോണിറ്ററി ഇൻപുട്ട്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിനാണെങ്കിലും ഒത്തിരി മോണിറ്ററി ആയിട്ടുള്ള നീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി അധികം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ, റിസോഴ്സസ് കുറവായിരുന്നു, ലിമിറ്റഡ് റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഇത് അധികം പുരോഗമിച്ച് ഫ്ലറിഷ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെർജി ഐസൻസ്റ്റൈൻ്റെ മൊണ്ടാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. ഹി ബിലീവ് ദാറ്റ് മൊണ്ടാഷ് ഇസ് ദ വെരി എസൻസ് ഓഫ് സിനിമ. വി ഷുഡൻ ഷോ വാട്ട് അതേഴ്സ് മേ ഷോ ആസ് നറേറ്റീവ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നതിലുപരി കണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് അവരുടേതായിട്ടുള്ള ഇൻപുട്ടും കൂടെ അതിൽ വേണം, അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും കൂടെ വേണം എന്നുള്ളൊരു മനോഭാവം എന്നുള്ളൊരു ചിന്താഗതിയുമാണ് അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചുണ്ടായിരുന്നത്. Next we can move on to Andre Bazin. Andre Bazin is a renowned French film critic and film theorist, and he was born in Angers, France in 1918. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ്, സിനിമയെക്കുറിച്ചുള്ള ക്രിട്ടിക്കലായിട്ടുള്ള റൈറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1943 മുതലാണ്. ആൻഡ് ഹി വാസ് ദ കോ ഫൗണ്ടർ ഓഫ് കാഷ്യേഴ്സ് ഡു സിനിമ.
Hope you remember this name. നമ്മൾ ഫ്രഞ്ച് ന്യൂ വേവ് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ ഒരു പേരാണ് ഈ മാഗസീൻ്റെ പേര്. നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് കാഷ്യസ് ഡു സിനിമ, ദാറ്റ് ഫിലിം ജേർണൽ ഓർ ഫിലിം ക്രിട്ടിക്കൽ മാഗസീൻ. അപ്പോൾ അതിൽ 1951 അദ്ദേഹം കോ ഫൗണ്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണ്, അലോങ് വിത്ത് ജാക്കസ് ഡോണിയോൾ, വാൽക്രൂസ് ആൻഡ് ലോഡൂക്ക. അപ്പോൾ അതിൽ അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു തിയറട്ടീഷ്യൻ്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമ കാണിക്കുമ്പോൾ അതിനൊരിക്കലും അതിൻ്റെ ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള സീസൺഡ് ആയിട്ടുള്ള റിയാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ ഇംപെർഫെക്റ്റാണ് നമ്മുടെ ചുറ്റും കാണുന്ന ലോകം എന്ന് പറയുന്നത്, പക്ഷേ അതിനെ അതുപോലെ തന്നെ കാണിച്ചാൽ മതി. സോ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട. എ ഫിലിം ഷുഡ് ഷോ വാട്ട് ദ വേൾഡ് ഇസ് ആക്ച്വലി ആസ് ഇറ്റ് ഇസ്. അല്ലാതെ അതിൻ്റെ വേറെ തലത്തിലേക്ക് അതിലൊരു കഥയാക്കി മാറ്റി ആ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റിയാലിറ്റി എന്താണോ ആസ് ഇറ്റ് ഇസ് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ ന്യൂ റിയലിസം സ്കൂളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഡോക്യുമെൻ്ററി സ്റ്റൈലാണ് അദ്ദേഹം കൂടുതലും പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷ്വൽ ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യുക. അതിൽ വേറേതായിട്ടുള്ള മാനിപ്പുലേഷനോ കൂടുതൽ മേമ്പൊടി ചേർക്കേണ്ടയോ ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തിയറി വാദം അങ്ങനെയായിരുന്നു. ആൻഡ് ഹി അഡ്വക്കേറ്റഡ് ദി use of deep focus. So what do you know about deep focus? Hope you had gone through that part, focus shots and all that. But deep focus means focusing on the foreground as well as the background elements, subject or object, whatever it is. അപ്പോൾ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ പോലെ തന്നെ അതിനെ എല്ലാം ഫോക്കസ് ചെയ്യുന്ന സ്റ്റൈലാണ് ഡീപ്പ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓസൺ വെൽസ് ആണ് എക്സാമ്പിൾ അദ്ദേഹം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഷോട്ടുകളായിരിക്കണം, ആൻഡ് ഷോട്ട് ഇൻ ഡെപ്ത് ആയിരിക്കണം, ആൻഡ് ട്രൂ കണ്ടിന്യൂറ്റി ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ മാനിപ്പുലേഷൻ ഒന്നും പാടില്ല. എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്തെടുക്കുക. ആൻഡ്രെ ബേസിൻ്റെ ഈ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം ആൻ ഒപ്പോസിഷൻ ടു ദ 1920s and 30s തിയറി ഓഫ് films which had shown or which had manipulated the reality. ഇപ്പോൾ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മറ്റ് സിനിമകളെ, അതായത് 1920s and 30s എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും നറേറ്റീവ് ഫിലിംസിനൊക്കെ ഒരു ഒപ്പോസിഷൻ ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ആൻഡ്രെ ബേസിൻ്റെ തിയറി മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാണ്ടഡ് ടു ഷോ ദ തിങ് ആസ് ഇറ്റ് ഇസ്. റിയാലിറ്റി എന്താണോ അതിനതുപോലെ കാണിക്കണം എന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന നറേറ്റീവ് സിനിമകൾക്കൊക്കെ ഒരു മറുപടി എന്നോണമാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വരുന്നത്. And his concentration on objective reality, deep focus, lack of montage are linked to Bazin's belief that the interpretation of a film or scene should be left to the spectator. അപ്പോൾ നമ്മുടെ മൊണ്ടാഷ് തിയറിസ്റ്റ് ആയിട്ടുള്ള ഐസൻസ്റ്റീൻ പറഞ്ഞതുപോലെ തന്നെ the part of viewing the film, it should be left to the spectator. സ്പെക്ടേറ്റർ വേണം അത് കണ്ട് മനസ്സിലാക്കാൻ എന്നുള്ള ഒരു തിയറിയോട് തന്നെയാണ് ആൻഡ്രെ ബേസിൻ നിലകൊള്ളുന്നത്. ബട്ട് ഹി ഒബ്ജക്റ്റഡ് ഓർ ഹി വാസ് എഗെയിൻസ്റ്റ് ദ മൊണ്ടാഷ് കോൺസെപ്റ്റ്. ഹി ബിലീവ്ഡ് ഇൻ continuity editing. What kind of continuity editing? True continuity editing. That means continuity editing എന്ന് പറയുമ്പോൾ അതിൽ ഫിക്ഷണലൈസ്ഡ് ആയിട്ടൊന്നും പാടില്ല. എന്താണോ ക്യാപ്ചർ ചെയ്തത് അതുപോലെ തന്നെ കാണിക്കണം എന്നാണ് അദ്ദേഹം ട്രൂ കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഹി ഓൾസോ പ്രിഫേർഡ് ലോങ് ടേക്സ്, ബിക്കോസ് എന്നാലും നമുക്കൊരു റിയാലിറ്റി അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കും. ലോങ് ടേക്സ് ആകുമ്പോഴത്തേക്കും ആസ് ഇറ്റ് ഇസ് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ ഹി പ്രിഫേർഡ് ലോങ് ടേക്സ് ടു മൊണ്ടാഷ് എഡിറ്റിംഗ്. മൊണ്ടാഷ് എഡിറ്റിങ്ങിലാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം അതുപോലെ തന്നെ മീറ്റർ വൈസ് കട്ടിങ് വരുന്നു, റിതമിക്കലായിട്ടുള്ള ബ്രേക്ക് വരുന്നു, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബ്രേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൽ പോകുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എതിർത്തിരുന്നു. മൊണ്ടാഷ് എഡിറ്റിങ്ങിന് പകരം ഹി പ്രിഫേർഡ് ലോങ് ടേക്സ്. ലോങ് മീൻസ് ഡ്യൂറേഷൻ വൈസ് ലെങ്തി ആയിട്ടുള്ള ടേക്സാണ് അദ്ദേഹം പ്രിഫർ ചെയ്തിരുന്നത്. And to Bazin, as we mentioned, reality and everything that can support it, such as sound wise, deep focus, invisible editing, defines what film should be. അപ്പോൾ എല്ലാ തരത്തിലുള്ള കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും, എല്ലാ തരത്തിലും റിയാലിറ്റി അതുപോലെ തന്നെ കാണിക്കണം. വിഷ്വലി, ഓഡിയോ ആൻഡ് എവറിത്തിങ് ഡീപ്പ് ഫോക്കസ് ആയിരിക്കണം. അപ്പോൾ റിയാലിറ്റി എന്താണോ അതിനതുപോലെ തന്നെ കാണിക്കണം എന്നാണ് ആൻഡ്രെ ബേസിൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. ആൻഡ് ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണലിസം. പേഴ്സണലായിട്ടുള്ള എലമെൻ്റ് എന്താണോ എനിക്ക് തോന്നുന്നത് അത് ചെയ്യുക, അതല്ലാതെ മറ്റുള്ളവരെയോ സൊസൈറ്റിയോ നോക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സോ എ ഫിലിം ഷുഡ് റെപ്രസെൻറ്റ് എ ഡയറക്ടേഴ്സ് പേഴ്സണൽ വിഷൻ. They shouldn't be given importance to actors or to the story or whatever it is. Whoever is around a director, അവരാലും ഇൻഫ്ലുവൻസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഡയറക്ടറിൻ്റെ പേഴ്സണൽ വിഷൻ എന്താണോ ആ പേഴ്സണൽ വിഷനെ അതുപോലെ തന്നെ കാണിക്കുന്നതായിരിക്കണം സിനിമ എന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത്. ആക്ച്വലി ഈ ഒരു തോട്ട്
ഡയറക്ടറിൻ്റെ പേഴ്സണൽ വിഷൻ ആയിരിക്കണം സിനിമ കാണിക്കേണ്ടത് എന്നുള്ള ആൻഡ്രെ ബേസിൻ്റെ ഈ തോട്ടിൽ നിന്നുമാണ് നമ്മൾ കാണാൻ പോകുന്ന മൂന്നാമത്തെ തിയറി ആയിട്ടുള്ള ഓർച്ചർ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓർച്ചർ, ദാറ്റ് ടേം മീൻസ് ഫ്രഞ്ച് ടേം മീൻസ് ഓദർ തിയറി എന്നും പറയാം. അപ്പോൾ ഓദർ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ്രെ ബേസിൻ്റെ ഈ കോൺസെപ്റ്റിൽ നിന്നാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ബേസിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ്, he was the proponent of appreciative criticism. So appreciative criticism means those who are criticizing the film, they should view the film or they should love the film. And the third theory is auteur theory or the author theory of filmmaking. നമ്മുടെ ആൻഡ്രെ ബേസിൻ അദ്ദേഹത്തിൻ്റെ കാഷ്യേഴ്സ് ഡ്യൂ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഫിലിം മാഗസീനിലൂടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം തുടക്കം കുറിച്ച ഓദർ തിയറി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ഡയറക്ടറിൻ്റെ പേഴ്സണൽ വിഷൻ ആയിരിക്കണം, പേഴ്സണലിസം ഡയറക്ടറിൻ്റെ പേഴ്സണൽ വിഷൻ ആയിരിക്കണം സിനിമ കാണിക്കേണ്ടതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഓദർ തിയറിയിൽ പറയുന്നത്, ഡയറക്ടർ എന്താണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ളതായിരിക്കണം സിനിമ. ഹീ ഷുഡ് ലീവ് എ സിഗ്നേച്ചർ ത്രൂ ഹിസ് ഫിലിംസ്, നോട്ട് ബൈ ടേക്കിംഗ് ഓൾ ദ അതർ എലമെൻറ്റ്സ് ഓഫ് ദ ഫിലിംസ് ഓർ അതർ പേഴ്സൺസ് ഓഫ് ദ ഫിലിം. ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറ ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊന്നും അല്ല ഇമ്പോർട്ടൻസ്. ഡയറക്ടർ ഇസ് ദ ഓദർ ഓഫ് ദ ഫിലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓർ തിയറിയാണ് ഓദർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള നല്ലതും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ എതിർക്കുന്നതും ഒക്കെയായിട്ടുള്ള വാദങ്ങൾ ധാരാളമുണ്ട്. സോ ഡയറക്ടർ ഇസ് വ്യൂഡ് ആസ് ദ മേജർ ക്രിയേറ്റീവ് ഫോഴ്സ് ഇൻ ദ മോഷൻ പിക്ചർ. അപ്പോൾ ഫിലിമിലെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടറാണ് എന്നുള്ളൊരു വാദമാണ് ഓദർ തിയറിക്കുള്ളത്. So in film criticism, author theory holds that a director's film reflects the director's personal creative vision as if they were the primary author. That is the French word for auteur means the French word for author. In spite of the production of the film as part of an industrial process, the auteur's creative voice is distinct enough to shine through all kinds of studio interference and through the collective process. അപ്പോൾ എല്ലാ തരത്തിലും ടെക്നിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒക്കെ മീതെ ആയിരിക്കണം ഒരു ഡയറക്ടറിൻ്റെ കൺട്രോൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷൻ എന്നതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ലോ, ദ ഫിലിം ഇസ് ട്രീറ്റഡ് ആസ് എ വർക്ക് ഓഫ് ആർട്ട് ആൻഡ് ദ ഓഥർ ആസ് ദ ക്രിയേറ്റർ ഓഫ് ദ ഫിലിം ഇസ് ദ ഒറിജിനൽ കോപ്പിറൈറ്റ് ഹോൾഡർ. സോ ദ ഹോൾ കൺട്രോൾ ഓർ ദ copyright holder, it should be the director of the film. ഇപ്പോൾ ഡയറക്ടറിനായിരിക്കണം കംപ്ലീറ്റ് കൺട്രോളും അവകാശങ്ങളും എല്ലാം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളൊരു വാദമാണ് ഓഥർ തിയറിക്കുള്ളത്. And this has influenced film criticism since 1954 and it was advocated by film director and critic Francois Truffaut. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓഥർ തിയറിയെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്, അത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്, ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ആളെന്ന് പറയുന്നത്, അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രാങ്കോയിസ് ട്രഫോർട്ട് ആണ്. This method of film analysis was originally associated with the French New Wave and the film critics who wrote the French film review periodicals Cahiers du Cinema. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ്രെ ബേസിനെ പോലുള്ള റൈറ്റേഴ്സ്, Cahiers du Cinemaയുടെ co-founder as well as the other founders, they are the persons who developed this particular theory called as auteur theory. And this particular theory was advocated through the writings of the Village Voice by the critic Andrew Sarris. അപ്പോൾ ആൻഡ്രൂ സാരിസിൻ്റെ ദ വില്ലേജ് വോയ്സ് എന്ന് പറയുന്ന റൈറ്റിങ്ങിലൂടെയാണ് ഇത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിച്ചിരുന്നത്. ഈ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസും ഈ ഒരു ഫിലിം ക്രിറ്റിസിസത്തെയും കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റൈറ്റിങ്ങിലൂടെ ആയിരുന്നു. ഈ ഓച്ചർ തിയറിക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള പൈനിയേഴ്സ് ഓഫ് ഫിലിംസ് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഇസ് സത്യജിത് റായ്, ദെൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഹോവാർഡ് ഹോക്സ്, ജാൻ റെനോയർ, അഖിര കുറസോവ, ഇതേപോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി എൻ കരുൺ, ഇത്തരത്തിലുള്ള റൈറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ഫിലിം മേക്കേഴ്സിനെ നമ്മൾ കാണുകയാണെങ്കിൽ ദേ ഓൾ ആർ ദ ഓദർ or they all try to use the camera as their pen. ഒരു ഓദറിന് എങ്ങനെയാണോ പേന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വെപ്പണായിട്ട് മാറുന്നത്, അതുപോലെ ക്യാമറയെ പേന തൂലികയാക്കി മാറ്റിയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ് ഈ പറയുന്ന ഫിലിം മേക്കേഴ്സ് എല്ലാവരും തന്നെ. അപ്പോൾ അവരുടെയൊക്കെ സിനിമകളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടച്ച്, അവരുടേതായിട്ടുള്ളൊരു എസൻസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ഇപ്പോൾ അതിലെ ആക്ടേഴ്സിനോ അല്ലെങ്കിൽ അതിലെ ബാക്കി എലമെൻസിനെക്കാട്ടിലും കൂടുതൽ എംഫസിസ് നമുക്ക് ഫീൽ ചെയ്യും, ഓക്കെ ഇറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺസ് ഫിലിം എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് they had gone so far in order to create such a wonderful work of art before the audience.
അപ്പോൾ ഈ തിയറിയുടെ അനാലിസിസ് പ്രകാരം ഈ പറയുന്ന വ്യക്തികളൊക്കെയാണ് പ്രധാനമായിട്ടും ഓച്ചർ തിയറി അപ്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി വി ഡോണ്ട് നീഡ് ടു ഒബ്ജെക്ട് ദാറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ട്രൂ വൈൽ watching the movies of these famous filmmakers. And this Andrew BAZIN, he co-founder of the Cashiers, provided a forum for autheurism to flourish. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മാഗസീനിലൂടെയാണ്, മൂവി മാഗസീനിലൂടെയാണ് ആളുകളിലേക്ക് ഇത് കുറച്ചും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത്. And he explained his concern about its excesses in his article on the author theory. Another element of author theory comes from Alexander Astrick's notion of the camera stylo or camera pen. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ camera pen. That is, for an author, pen is the most powerful weapon that he could use for exposing his own ideas. ഒരു ഡയറക്ടറിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത് ക്യാമറയാണ്. 1960s ഒക്കെ ആയപ്പോഴത്തേക്കും ഈ തിയറിക്കെതിരെ ഒത്തിരി വാദങ്ങൾ വരികയുണ്ടായി. ബിക്കോസ് ദിസ് തിയറി ഫോക്കസസ് ഓൺ ദ ഓഥോറിയൽ റോൾ ഓഫ് ദ ഡയറക്ടർ എലോൺ. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇറ്റ് ഇസ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഡയറക്ടറിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കും അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ അതിൽ സ്ക്രിപ്റ്റ് റൈറ്റ്. ചിലപ്പോൾ നന്നായിട്ട് ഒരു ക്യാമറ ചലിപ്പിച്ചത് കൊണ്ടായിരിക്കും അത്രയും നന്നായിട്ടൊരു ഫിലിം ക്യാപ്ചർ ചെയ്യാൻ ആ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും അധികം ആൾക്കാരുടേതായിട്ടുള്ള എഫേർട്ടും അവരുടെ ഇൻപുട്ടും ഒന്നും കണക്കിലെടുക്കാതെ ഡയറക്ടർ മാത്രമാണ് അതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഈ തിയറിക്കെതിരെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളാണ്. As we mentioned, these all are the different thoughts made by different persons at different time and different places. പല കാലത്ത് പല ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ചിന്താഗതികളാണ് ഇതൊക്കെ. ഇങ്ങനെ ആയിരിക്കണം സിനിമ, അല്ലെങ്കിൽ ഇതാണ് സിനിമ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെ കയ്യൊപ്പാണ്. അയാളിലായിരിക്കണം കംപ്ലീറ്റ് അധികാരവും അവകാശവും കോപ്പിറൈറ്റ് ഹോൾഡറും ഒക്കെ ആയിട്ട് അവർ തന്നെ മാറണം. ഡയറക്ടറിൻ്റെ പേഴ്സണൽ വിഷൻ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടാവും. അപ്പോൾ ഡയറക്ടറാണ് എല്ലാം എന്ന് പറയുന്നത് അതൊരു വാദമാണ്. അപ്പോൾ അതിനെതിരെ മറ്റു വാദങ്ങൾ വരുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്. ഒത്തിരി ആൾക്കാരുടെ എഫേർട്ടും ഇൻപുട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത് മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് സിനിമ പിടിച്ചിട്ടുള്ള സിറ്റുവേഷൻസും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാൻ വിത്ത് എ മൂവി ക്യാമറയിലൊക്കെ ഒരാൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അത് മുഴുവനായിട്ട് കൊണ്ടുപോയി അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നോക്കുന്നത്, ക്യാമറയും എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള സിനിമകളെക്കാൾ ഉപരി നമ്മളിന്ന് കാണുന്ന ദൃശ്യത്തെ എത്രമാത്രം ആസ്വാദ്യകരമാക്കി തീർക്കുന്നത് ഒരാളുടെ മാത്രം കഴിവ് കൊണ്ടല്ല എന്നാണ് ഇതിനെതിരെ വന്നിട്ടുള്ള വാദങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പോസിഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് സിറ്റിസൺ കെയിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സിറ്റിസൺ കെയിനിൽ അതിൽ ഫിലിം മേക്കറിനെക്കാട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഗ്രെഗ് ടോളനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഇതിനെതിരെ ഒരുപാട് വാദങ്ങൾ വരികയുണ്ടായി. The fourth theory that we have to go through is the theory made by Christian Metz. അപ്പോൾ ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ തിയറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് Christian Metz, he was born on December 12, 1931 and he was a French film theorist. He is best known for applying Ferdinand de Saussure's semiology to film. അപ്പോൾ ഫെർഡിനാൻഡ് ഡെ സോഷ്യറിൻ്റെ സെമിയോളജി ഓർ സെമിയോട്ടിക്സ് ഫിലിമിൽ ഇൻകോപ്പറേറ്റ് ചെയ്തതിലാണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും ആൾക്കാർക്ക് ക്രിറ്റിക്സിനിടയിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെമിയോളജി ഓർ സെമിയോട്ടിക്സ് മീൻസ് കാണുന്ന എല്ലാത്തിലും, അതിപ്പോൾ ഓഡിയോ ആയിക്കോട്ടെ, ഗെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള മീനിങ്, അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ആ ഡിഫറെൻറ്റ് സയൻസിനെ കുറിച്ചുള്ള പഠനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെമിയോട്ടിക്സ് ഓർ സെമിയോളജി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സ്പ്രഷൻ ഇടുകയാണെങ്കിൽ അത് കൊടുക്കുന്നൊരു മീനിങ് ഉണ്ടായിരിക്കും. ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ യൂസിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു മീനിങ്, വേറൊരു തലം ഉണ്ടായിരിക്കുമെന്നാണ് സെമിയോളജിയിൽ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാം ഒരു കാണിക്കുന്ന സിമ്പിളായാലും ഒരു ചിത്രമാണെങ്കിലും ഒരു ശബ്ദമാണെങ്കിലും അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മീനിങ് ഉണ്ട്. അപ്പം അത്രയും ഡീപ്പറായിട്ട് ഫിലിമിനെ കുറിച്ച് നടത്തിയ ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ പഠനമാണ് അദ്ദേഹത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഫിലിം ക്രിട്ടിക്കായിട്ട് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോളജിയും ജാക്കസ് ലക്കാൻ്റെ മിറർ തിയറിയുമാണ് അദ്ദേഹം ഈ ഫിലിമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഫിലിം became a popular art just because of two reasons in his analysis. That is, first one is the imperfect reflection of reality. സിനിമ എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ ഒരു ഇംപെർഫെക്റ്റ് റിഫ്ലക്ഷനാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ അല്ല. എന്താണോ അതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മിലേക്ക് കാണിക്കുന്നു. ഇപ്പോൾ എന്താണോ ജീവിതം, എന്താണോ സ്നേഹം, എന്താണോ പ്രണയം, എന്താണോ ഡ്യൂട്ടീസ് എന്നൊക്കെ ഉള്ളതിനെ
ഒരു പ്രത്യേക രീതിയിൽ, ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മിലേക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രീം സ്റ്റേറ്റിലേക്ക് ഫിലിംസ് കൊണ്ടുപോകുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പഠനം. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡ്രീം സ്റ്റേറ്റിലേക്ക് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ടുപോകുന്നു എന്നാണ്. നമ്മൾ ഈ ലോകത്തുനിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് പോവുക, അപ്പോൾ ഒരു ഡ്രീം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സിനിമ എന്ന് പറയുന്നത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ആർട്ട് ഫോമായി മാറിയതെന്നാണ് ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ വാദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അതാണ് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്. മെറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന തിയറീസിനെയൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ഇമാജിനറി സിഗ്നിഫയർ എന്ന് പറയുന്ന ഒരു സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. ഫിലിമിനെ ഒരു സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചായിട്ട് കാണാം എന്ന്, സിനിമ കാണലിനെ ഒരു സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചായിട്ട് കാണാം എന്ന് പറയുന്ന പഠനമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള പുസ്തകത്തിലുള്ളത്. ദ ഇമാജിനറി സിഗ്നിഫയർ എന്ന് പറയുന്ന ആ ഒരു വർക്ക്. ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സിനിമ സ്റ്റഡീസ്. നമുക്ക് ഫിലിം സ്റ്റഡീസിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ക്രിസ്ത്യൻ മെറ്റ്സ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ് സിനിമയിൽ അപ്ലൈ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ, 3 ഡിസയേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ദ ഡിസയർ ഫോർ ഈഗോ, രണ്ടാമത്തേത് ദ ഡിസയർ ഫോർ ഡിസയർ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഡിസയർ ഫോർ ദ ഒബ്ജക്റ്റ് ത്രൂ ഫെറ്റിഷിസം. സോ നമ്മളത് കാണുമ്പോൾ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെയും നമ്മുടേതായിട്ടുള്ള കുറേ, ഇപ്പോൾ ഫെറ്റിഷിസം മീൻസ് എ കൈൻഡ് ഓഫ് സെക്ഷൽ പ്ലഷർ ദാറ്റ് വി ഡിറൈവ് ഫ്രം സംതിങ് ബൈ സീയിങ് സംതിങ് ഓർ ബൈ ഹിയറിങ് സംതിങ്. അപ്പോൾ പലതരത്തിലുള്ള നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സിനിമ കൊണ്ട് സാധിക്കുന്നു. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് റിയൽ ലൈഫിലൊരു ഇഫ് സം പീപ്പിൾ ഹു മേ ബി വീക്ക് ഓർ വൾണറബിൾ, ദേ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് എ കിക്ക് ടു ദ person who is cheating on them or something like that. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ സിനിമയിൽ അതുണ്ടെങ്കിൽ വി മേ ഫീൽ ഓക്കെ, ഒരു ഹീറോയിസം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഡിസയേഴ്സ് വിത്തിൻ എ ഹ്യൂമൻ ബീയിങ്. ഇപ്പോൾ ഒരു നല്ല ഇടിക്കുന്നൊരു നായകൻ അതുപോലെ ഇടിക്കണം, പറന്ന് വന്നൊക്കെ ഇടിക്കണം, ബൈക്കിൽ ഇങ്ങനെ പറന്ന് പോകണം, അപ്പോൾ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കടൽ തീരത്ത് കൂടെ പാട്ട് പാടി നടക്കണം, ഇത് ഇങ്ങനെ കുറേ ഡിസയേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ ഡിസയേഴ്സിനെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ. എന്നാൽ അതേസമയം തന്നെ വി നോ ദാറ്റ് ദിസ് ഇസ് റിയാലിറ്റി ഇസ് വാട്ട് വി ആർ സിറ്റിംഗ് ഹിയർ ആൻഡ് വി ആർ സീയിങ് എ മൂവി. ദ മൂവി ഈസ് എ മൂവി ഇറ്റ് സെൽഫ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെ അവിടെ കാണുന്നു, പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഡിസയേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. എ കൈൻഡ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഇസ് ദർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ്, ഇത്തരത്തിലുള്ളൊരു സൈക്കോ അനലിറ്റിക്കൽ സ്റ്റഡിയാണ് അദ്ദേഹം സിനിമയെ ബേസ് ചെയ്ത് നടത്തിയിട്ടുള്ളത്. And he gave importance to the study of media, how we consume a media, how different media is differentiated. എങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള മീഡിയ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നത്, സൈക്കോളജിക്കലി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്, എന്താണ് അതിലൂടെ മീഡിയ കാംക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സൈക്കോ അനലിറ്റിക്കൽ സ്റ്റഡിയാണ് അദ്ദേഹം ക്രിസ്ത്യൻ മെറ്റ്സ് സിനിമയിലൂടെ നടത്തി വന്നിട്ടുള്ളത്. ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ ഈ ഒരു ചിന്താഗതികളെ, ഒരു സൈക്കോ അനലിറ്റിക്കൽ സ്റ്റഡി ബേസ്ഡ് ഓൺ ഫിലിമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്ന വേറൊരു തിയറിയാണ് നമുക്ക് 5ാമത്തെ തിയറി ആയിട്ട് കാണാനുള്ളത്. ദാറ്റ് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ ലോറ മൾവേ. സോ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് 5th തിയറി ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ, ലോറ മൾവേസ് തിയറി. സോ ലോറ മൾവേ ഷീ ഹാഡ് ഗിവൺ എംഫസിസ് ടു ദ she is a feminist film critic, so she had given importance to the importance of female characters in a film, or through her essay, through her famous essay Visual Pleasure and Narrative Cinema. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞു, വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. അപ്പോൾ നമ്മൾ നറേറ്റീവ് സിനിമ കാണുന്നുണ്ട്, ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂമെൻറ്റിൽ. അപ്പോൾ അതിൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ ഫീമെയിൽസിൻ്റെ റോൾ എന്തായിരുന്നു, ഫീമെയിൽ കഥാപാത്രങ്ങൾ എന്തിനാണ് സിനിമയിലുള്ളത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും. വിഷ്വൽ പ്ലഷർ, ദാറ്റ് മീൻസ് ഓക്കെ നമുക്ക് എന്ത് വിഷ്വൽ പ്ലഷറാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ലോറ മൾവേയുടെ സ്റ്റഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് first of all about Laura Mulvey, she is a British feminist film theorist. She was educated at St Hilda's College, Oxford, currently a professor of film and media studies at Birkbeck University of London, and she worked at the British Film Institute for many years before taking up her current position. And she is best known for this particular essay, Visual Pleasure and Narrative Cinema. അദ്ദേഹത്തിൻ്റെ വളരെയധികം ആളുകൾക്കിടയിൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ഇപ്പോഴും അത്രമാത്രം റെലവൻ്റ് ആയിട്ട് ഇപ്പോഴും ഒരുപാട് ചർച്ചകൾ നമ്മൾ ഈ ഒരു സെയിം ഇഷ്യൂവിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം ഇഷ്യൂ എന്ന് തന്നെ പറയാം,
ബേസ് ചെയ്ത് നടന്നു വരുന്നുണ്ട്. പലതരത്തിൽ പല ആളുകൾ വഴി ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒത്തിരി സംഘടനകളൊക്കെ വന്നതായിട്ട് ഈ അടുത്ത കാലത്ത് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിനിമയിൽ സ്ത്രീയുടെ റോൾ എന്താണ്, സ്ത്രീ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചർച്ച ചെയ്യുന്നൊരു എസ്സേ ആണ് വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്നുള്ളതിൽ പറയുന്നത്. എക്സാമ്പിളായിട്ട് ഈ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയാണ് അദ്ദേഹം മൽവേ അദ്ദേഹത്തിൻ്റെ പഠനത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് സ്ത്രീ ഒരു ലുക്ഡ് അറ്റ്നെസ്, ടു ബി ലുക്ഡ് അറ്റ്നെസ്, കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീ. അതായത് പുരുഷനായിരിക്കും അതിലെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം, അല്ലെങ്കിൽ പുരുഷന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് സിനിമ. സോ ദ വ്യൂവർ ഓഫ് ദ ഫിലിം ഓർ എ മെയിൽ വ്യൂവർ ആയിട്ടാണ് നമ്മളെപ്പോഴും സിനിമയെ കാണുന്നത്. ആണുങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് സിനിമ. അപ്പോൾ കാണുന്നത് ബെയറർ ഓഫ് ദ ലുക്ക്, കാണുന്നവൻ പുരുഷൻ, കാണപ്പെടേണ്ടത് ആരെയാണ്? ടു ബി ലുക്ഡ് അറ്റ്നെസ് ഇറ്റ് ഷുഡ് ബി ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തൊക്കെയോ ഇങ്ങനെ ഒരു പുരുഷനെ സബോർഡിനേറ്റ് ആയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്ന കുറച്ച് മസാല എലമെൻസിനൊക്കെ വേണ്ടി മാത്രമായിട്ടുള്ള വെറും സിനിമയിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് സ്ത്രീകൾ എന്നുള്ളൊരു ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അധകൃതമായിട്ടുള്ള രീതിയിൽ സ്ത്രീയെ കാണുന്നൊരവസ്ഥയാണ് കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നത്. ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സ്ത്രീ പക്ഷ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ എവിടേക്കോ പുരുഷന് പിന്നിൽ, പുരുഷൻ്റെ മറവിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദിസ് വോയറിസ്റ്റിക്, ആ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് മാത്രം ഉൾക്കൊള്ളിക്കുന്ന കൊമോഡിറ്റി ആയിട്ട് സ്ത്രീ മാറുന്നു എന്നുള്ള ചിന്തയാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. So this Hollywood women characters of 1950s and 60s, according to Mulvey, coded with to be looked atness, and while the camera positioning and the male viewer constituted the bearer of the look. Mulvey suggests two distinct modes of the male gaze of this era. One, voyeuristic, seeing women as an image to be looked at, and fetishistic, അതായത് സാറ്റിസ്ഫാക്ഷൻ, വിമനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദെയർ സെക്ഷൽ പ്ലഷർ എന്നുള്ള തരത്തിലൊക്കെയാണ് ആൾക്കാരെ, സ്ത്രീകളെ സിനിമയിൽ കാണുന്നതെന്നാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള മെയിൽ ഗെയ്സിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത്, മറ്റൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയൊരു റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് ഫിലിമിൽ വേണമെന്ന് അതിശക്തമായിട്ട് തൻ്റെ എഴുത്തിലൂടെ ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് മൾവേ എന്ന് പറയുന്ന ഈ ഒരു ഫെമിനിസ്റ്റ് ഫിലിം ക്രിട്ടിക്. ആൻഡ് ഷീ സേസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ തിയറി ഷീ ഹാഡ് ഇൻകോപ്പറേറ്റഡ് ദ ഫ്രോയിഡിയൻ ഐഡിയ ഓഫ് ഫാലോസെൻട്രിസിസം ഇൻ ടു ദ വിഷ്വൽ സിനിമ നറേറ്റീവ്, വിഷ്വൽ പ്ലഷർ നറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിൽ, പെർട്ടിക്കുലർ എസ്സേയിൽ അദ്ദേഹം ഫ്രോയിഡിൻ്റെ ഫാലോസെൻട്രിസിസം, ദാറ്റ് ഈസ് മെയിൽ വ്യൂവറിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീ കഥാപാത്രങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഷീ സ്പീക്സ് അബൌട്ട് 3 ഡിഫറെൻറ്റ് ലുക്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലുക്ക് റെഫേഴ്സ് ടു ദ ക്യാമറയുടെ നോട്ടം. രണ്ടാമത്തേത് ഓഡിയൻസിൻ്റെ നോട്ടം. ദ ലുക്ക് മെയ്ഡ് ബൈ ദ സെക്കൻഡ് ലുക്ക് ഇസ് ദ വോയറിസ്റ്റിക് ആക്ട് ഓഫ് ദ ഓഡിയൻസ് who is watching the film, and the third one is the look refers to the characters that is involved in that particular film. അപ്പോൾ അങ്ങനെ 3 നോട്ടങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒന്ന് സിനിമ കാണാൻ വരുന്ന ആളുകളുടെ, മറ്റൊന്ന് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്, പിന്നൊന്ന് അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെയുള്ള നോട്ടം. അപ്പോൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് സ്ത്രീ, കൺസിഡറിങ് വിമൻ ആസ് ഓൺലി ആസ് എ പേഴ്സൺ ടു ബി ലുക്ഡ് അറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ശക്തമായിട്ട് ലോറ മൾവേ എതിർക്കുന്നത്. ദിസ് ലുക്കിംഗ് ഇസ് ഡൺ ബൈ മെയിൽ ക്യാരക്ടേഴ്സ്. സോ അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടേതായിട്ടുള്ള ഒരു അധികാരമല്ലേ അവിടെ കാണിക്കുന്നത്. ആ പാട്രിയാർക്കിയെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഓക്കെ കാണുന്നവൻ മെയിലാണ്, അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് സിനിമ ഒരുക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഈ സ്ത്രീയെ എപ്പോഴും താഴ്ത്തിക്കെട്ടി, സ്ത്രീയെ എപ്പോഴും പുരുഷൻ്റെ പിന്നിൽ നിർത്തി കാണിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു റൈറ്റിങ്ങിലൂടെ എടുത്തു പറയുന്നത്. So the female actor is never meant to represent a character that directly affects the outcome of a plot or keep the storyline going, but is inserted into the film as a way of supporting the male role and bearing the burden of sexual objectification that he cannot.
അപ്പോൾ സ്ത്രീ ഒരിക്കലും അവിടെ ആ ഒരു പ്ലോട്ടിന് ഒരു കാരണമായിട്ട് മാറുന്നില്ല, ആ ഒരു കഥയെ നയിക്കുന്നതിന് ഒരിക്കലും ഒരു കാരണമായിട്ട് കാണിക്കുന്നില്ല. പകരം ഈ പറയുന്ന പോലെ തന്നെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷനായിട്ട് കൊമോഡിറ്റി ആയിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചില സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള മണിച്ചിത്രത്താഴോ അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് പോലെ സിനിമയിലൊക്കെ ആ കഥയെ നയിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീയുടെ ആ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ സിനിമയിൽ വരുന്നില്ല, പകരം ഒരു ഇടയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതിനെയാണ് ലോറ മൾവേ എതിർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ 5 മേജർ തിയറീസാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ സിലബസ് പ്രകാരം നമുക്ക് നോക്കാനുള്ളത്. പിന്നെയും ഒത്തിരി തിയറീസ് നമുക്ക് കാണാനുണ്ട്. ഇനി അടുത്ത മൊഡ്യൂളിൽ നമ്മൾ കാണാൻ പോകുന്നത് മേജറായിട്ടുള്ള 4 എസ്സേസ് ആണ്. ഇതുപോലെ തന്നെ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള 4 പ്രധാന പഠനങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട 5 തിയറീസ്. ഫസ്റ്റ് വൺ മൊണ്ടാഷ് ആണ്, സിനിമയുടെ എസൻസ് എന്ന് പറഞ്ഞ ഫാദർ ഓഫ് മൊണ്ടാഷ്, ദാറ്റ് ഇസ് സർജി ഐസൻസ്റ്റൈൻസ് തിയറി. സെക്കൻഡ് വൺ, ദ പേഴ്സൺ ഹു ബിലീവ്ഡ് ഇൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി, ഹു കോൺസെൻട്രേറ്റഡ് on deep focus, true continuity and all that was long takes. He preferred long takes, that is Andre Bazin's theory. Third one, Francois Truffaut, Andre Bazin തുടങ്ങി വെച്ച author theory or author theory യുടെ പിന്നാലെ വരുന്ന അത് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള Francois Truffautന്റെ author theory, where author or the director is the main person or the authorial role of director നെ എടുത്തു പറഞ്ഞിട്ടുള്ള author theory. And the fourth one, that is Christian Metz's theory, which gave importance to the Freudian psychology and Jacques Lacan's mirror theory. That is, while viewing a movie, we watch movie or the movie became a popular art just because of 2 reasons എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഒന്ന്, it gives a kind of imperfect reflection of the reality. The other one, it will move on the audience to an unconscious state, unconscious dream-like state എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ആഗ്രഹങ്ങളെ, ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ തിയറി. ആൻഡ് ദ ഫിഫ്ത്ത് തിയറി ദാറ്റ് വി ഹാഡ് സീൻ, ദാറ്റ് വാസ് ലോറ മൾവേസ് എസ്സേ ബേസ്ഡ് ഓൺ വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് വിമൻ is meant for to be looked atness and man is the bearer of look എന്നുള്ള ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ ആണ് 4ാമത്തെ തിയറി നമ്മൾ കണ്ടത്. Hope you could be able to easily grasp this topic. It's very simple one. Go through the portions, read well. See you in the next class. Till then, all of you take care, be safe. Bye.